കരുവന്നൂർ സഹകരണ ബാങ്കിലെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ ഹർജിയിൽ ഇഡിക്ക് ഹൈക്കോടതി നോട്ടീസ് അടുത്ത ചൊവ്വാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം. യഥാർത്ഥ രേഖകൾ ഇഡി കൊണ്ടുപോയതിനാൽ കേസിലെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രധാന ആക്ഷേപം. ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഹർജി അടുത്ത ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ശ്യാം ദേവരാജുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്യാം, കൂടുതൽ വിശദാംശങ്ങൾ. കരൂന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടത്തുന്നത്. നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയുമായിരുന്നു. ഇതിനിടയിലാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വന്നത്. ഈ സാഹചര്യത്തിൽ ഇഡി ഇതുമായി ബന്ധപ്പെട്ട കരൂന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ രേഖകളെല്ലാം എടുക്കുകയും അതുമായി ബന്ധപ്പെട്ടാണ് ഇഡി അന്വേഷണം നടത്തിയിരുന്നത്. ഈ രേഖകൾ തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ അന്വേഷണം വഴിമുട്ടുമെന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ രേഖകൾ തിരികെ കിട്ടണമെന്നാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് സംബന്ധിച്ച ഒരു ഹർജി ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ നൽകിയത്. ഇന്ന് അതിന്മേൽ ആ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നോട്ടീസ് അയക്കുകയും ചെയ്തു. അതായത് ഈ മാസം 9-ന് അടുത്ത ചൊവ്വാഴ്ചയ്ക്കകം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറുപടി നൽകണമെന്നതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഏപ്രിൽ 9-ന് ഈ ഹർജി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. ഇന്ന് ഈ ഹർജിയിൽ ക്രൈംബ്രാഞ്ചിന് വേണ്ടി ഹാജരായത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ്. DGP ഹൈക്കോടതിയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥ രേഖകൾ ഇഡി കൊണ്ടുപോയി. ഈ സാഹചര്യത്തിൽ കരുവന്നൂർ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നില്ല. യഥാർത്ഥ രേഖകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കേണ്ടതുണ്ട്. ഇക്കാര്യം യഥാർത്ഥ രേഖകൾ കിട്ടിയാൽ മാത്രമേ ഇത് മറ്റ് രേഖകളുമായി ഒത്തുനോക്കി ഇത് യഥാർത്ഥമാണോ അല്ലയോ, ഇത് വ്യാജമാണോ എന്ന കാര്യമടക്കം പരിശോധിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ വിട്ടുകിട്ടേണ്ടത് അത്യാവശ്യമാണ്, അനിവാര്യമാണ് എന്ന കാര്യവുമാണ് DGP ഹൈക്കോടതി അറിയിച്ചതും. തുടർന്നാണ് ഹർജി ഫയലിൽ സ്വീകരിച്ചതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നോട്ടീസ് അയച്ചതും. ഇഡി ഇതിന്മേൽ ഈ മാസം 9-ന് ഹർജി പരിഗണിക്കുമ്പോൾ മറുപടി സത്യവാങ്മൂലം നൽകും. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.